കൊടിസുനിക്ക് പരോൾ അനുവദിച്ചത് വിവാദമാക്കേണ്ടെന്ന് കുടുംബം. സുനിയുടെ ആരോഗ്യസ്ഥിതി മോശമാണ്. സുനി പരോളിന് അർഹനാണെന്നും അമ്മയും സഹോദരിയും പ്രതികരിച്ചു. 6 വർഷമായി എൻ്റെ മകന് പരോൾ ലഭിക്കാതെ അതിൻ്റെ അത് കൊടുത്തോണ്ട് ഇപ്പോൾ പരോൾ കഴിച്ച് അതിനെ പറ്റിയിട്ട് ഇപ്പം ഇതായിട്ടില്ല. അത് 6 വർഷം കിട്ടാതെ കൊണ്ട് ഞാനിങ്ങനെ മനുഷ്യാവകാശ കമ്മീഷന് അപേക്ഷ കൊടുത്ത് സമ്മതിച്ച് അപ്പോൾ ഇപ്പം പരോൾ ലഭിച്ചു. 20 വർഷം തടവ് കിട്ടിയ ആളാണ്. അങ്ങനെയാണെങ്കിൽ ഇതേ കേസിൽ ഇതേ ശിക്ഷ കിട്ടി ഉള്ള ബാക്കിയുള്ളവർക്കൊക്കെ ഇടക്കിടക്ക് പരോള് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവൻ്റെ പരോള് കിട്ടുമ്പോൾ മാത്രം എന്തിനാണ് ഇത്ര വിവാദമാക്കേണ്ടത്? എല്ലാവർക്കും ഉള്ള ആനുകൂല്യം നിയമപരമായിട്ട് ഇവനും കിട്ടേണ്ടതല്ലേ? അതേ ഞങ്ങൾ ചോദിക്കുന്നത്. ഫെലിക്സ് വിവരങ്ങളുമായി ചേരുകയാണ് കണ്ണൂരിൽ നിന്ന്. ഫെലിക്സ്, ഇതിപ്പോൾ ഇവരുടെ പ്രതികരണത്തെ അങ്ങനെ ഓഡിറ്റ് ചെയ്യേണ്ട കാര്യമില്ലാന്ന് തോന്നുന്നു. കാരണം കുടുംബമാണ്, അവർക്ക് ആ രീതിയിൽ മാത്രമാണ് പ്രതികരിക്കേണ്ട സാഹചര്യമുള്ളത്. കൊടിസുനിയുടെ പരോളുമായി ബന്ധപ്പെട്ട് മറ്റ് പല കാര്യങ്ങളും സംഭവിക്കുന്നുണ്ട്. പരോൾ കിട്ടിയ തുടർന്ന് കെ രമ പ്രതികരിക്കുന്നുണ്ടായിരുന്നു. കോൺഗ്രസ് വലിയ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. പി ജയരാജനുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഇതിൽ ന്യായീകരിക്കുന്ന ഒരു സമീപനം സ്വീകരിക്കുന്നുണ്ടായിരുന്നു. ഇതടക്കമുള്ള വാർത്തകളുടെ വിശദാംശങ്ങൾ. മധു, ഏതായാലും ഇപ്പോൾ കുടുംബം വ്യക്തമാക്കുന്നത് ഇപ്പോൾ ഈ പരോൾ അനുവദിച്ച ഒരു വിവാദ വിഷയമാക്കേണ്ടതില്ല. സ്വാഭാവികമായും കിട്ടിയൊരു പരോളാണ്, അതിനെ ആ രീതിയിൽ കണ്ടാൽ മതി എന്നതാണ് കുടുംബം വ്യക്തമാക്കുന്നത്. മാത്രമല്ല, ഈ കേസിൽ ഇപ്പോൾ ഈ കുടുംബം ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ കേസിൽ മറ്റു പ്രതികൾക്ക് ഇപ്പോൾ മുഹമ്മദ് ഷാഫി അടക്കമുള്ളവർക്കും ആ പരോൾ ലഭിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും ഇപ്പോൾ കൊടിസുനിക്ക് ജാമ്യം ലഭിച്ചു. അപ്പോൾ അതിനെ ആ രീതിയിൽ വിവാദമാക്കേണ്ടതില്ല എന്നതാണ് ഇപ്പോൾ കുടുംബം വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ ഈ പറയുന്ന പരോളിൽ ഉപാധി വെച്ചാണ് പരോൾ നൽകിയിട്ടുള്ളത്. അതിൽ പ്രധാനപ്പെട്ട ഉപാധി കണ്ണൂർ കോഴിക്കോട് ജില്ലകളിൽ പ്രവേശിക്കരുത് എന്നതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കൊടിസുനി ഉള്ളത് വയനാട് ജില്ലയിലാണ്. ഏതായാലും നേരത്തെ പി ജയരാജൻ അടക്കം ഈ വിഷയത്തിൽ കൊടിസുനിയെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. കൊടിസുനിക്ക് പരോൾ അനുവദിച്ചത് ഒരു മഹാ അപരാധമായി കാണേണ്ടതില്ല. കാരണം ഈ കുടുംബം ഉന്നയിക്കുന്ന അതേ കാര്യം തന്നെയാണ്. അതായത് ഈ പറയുന്ന കോവിഡ് കാലത്ത് മറ്റു കേസുകളിലെ പ്രതികൾക്കൊക്കെ തന്നെ പരോൾ അനുവദിച്ചപ്പോൾ കൊടിസുനിക്ക് പരോൾ ലഭിച്ചിരുന്നില്ല. അപ്പോൾ ഈ ഒരു സമയത്ത് 6 വർഷത്തിന് ശേഷമാണ്, 2018 കൊടിസുനിക്ക് അവസാനമായി പരോൾ ലഭിച്ചത്. അതിനുശേഷം ഇപ്പോഴാണ് പരോൾ ലഭിക്കുന്നത്. അപ്പോൾ ആ വിഷയത്തിൽ CPM നിന്ന് ഒരു പ്രധാന പ്രതികരണം വന്നിരിക്കുന്നത് പി ജയരാജന്റെയാണ്. പി ജയരാജൻ പൂർണ്ണമായും കൊടിസുനിയെ പിന്തുണയ്ക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഏതായാലും ഈ കൊടിസുനി മാത്രമല്ല, ഈ കേസിലെ മറ്റു പ്രതികൾ മുഹമ്മദ് ഷാഫി അടക്കമുള്ളവരും ഇപ്പോൾ പരോളിലാണ്.